നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം, ഈ വീഡിയോയിലെ വിഷയം ചിത്ര നക്ഷത്രക്കാരുടെ മുൻജന്മ രഹസ്യങ്ങൾ എന്നതാണ് ഇതിലെ വിഷയം. ചിത്ര നക്ഷത്രക്കാരുടെ കഴിഞ്ഞ ജന്മത്തിൽ ചിത്ര നക്ഷത്രക്കാർ ആരായിരുന്നുവെന്നും ഇവരുടെ പൂർവജന്മ രഹസ്യം എന്താണെന്നും ആണ് ഇതിൽ പറയുന്നത്. ഈ വീഡിയോ വിശ്വാസികൾക്കുള്ളതാണ്. അവിശ്വാസികൾ ഇത് കാണണ്ട. കാരണം ഞാനിത് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണെന്ന് അവിശ്വാസികൾ പറയും. അതുകൊണ്ടാണ് അവരത് കാണണ്ട എന്ന് ഞാൻ പറയുന്നത്. വിശ്വാസമുള്ളവർക്ക് കാണാം. നമ്മുടെ ഭാരതീയ ജ്യോതിഷം ഒരാളുടെ പൂർവ്വജന്മത്തെ പറ്റി പറയുന്നുണ്ട്. ഇത് ഞാനായിട്ട് പറയുന്നതല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ജ്യോതിഷ ആചാര്യന്മാർ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ അത് ഇവിടെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം, അല്ലാതെ ഞാനായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പോ നമ്മുടെ പൂർവികര് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഒരാളുടെ പൂർവ്വജന്മ കാര്യങ്ങൾ, ഒരാൾക്ക് അയാളുടെ പൂർവ്വജന്മം ഉണ്ടായിരുന്നു എന്നതിന്റെ ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ ഒരാൾ പൂർവ്വജന്മത്തിലെ അയാളുടെ കാര്യങ്ങൾ, ഒരാളുടെ പൂർവ്വജന്മത്തിലെ കാര്യങ്ങൾ എങ്ങനെ പറയാൻ സാധിക്കും? അത് ഈ ജ്യോതിശാസ്ത്രപരമായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ആചാര്യന്മാർ പറയുന്നുണ്ട്. ഒരാളുടെ 5ാം ഭാവം കൊണ്ടും അല്ലെങ്കിൽ അയാളുടെ 9ാം ഭാവം കൊണ്ടും 12ാം ഭാവം കൊണ്ടും, ഈ 5ാം ഭാവം എന്ന് പറഞ്ഞ പൂർവ്വ പുണ്യഭാവമാണ്. 9ാം ഭാവം അതുപോലെ തന്നെ പുണ്യഭാവമാണ്. പിന്നെ 12ാം ഭാവം, ഈ 12ാം ഭാവം മോക്ഷത്തിന്റെ ഭാവമാണ്. അപ്പൊ ഇതെല്ലാം കൊണ്ട് ഒരാളുടെ പൂർവ്വജന്മത്തെ പറ്റി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇതൊരു സാമാന്യമായ ഒരു ഫലമാണ് ഞാൻ പറയുന്നത്. കാരണം ഓരോരുത്തരുടെയും അവരുടെ ജീവിതമായിട്ട് അല്ലെങ്കിൽ അവരുടെ അനുഭവമായിട്ട് ഇതിന് ബന്ധം വരണമെന്നുണ്ടെങ്കിൽ അവർ അവരുടെ ജാതകം പരിശോധിക്കണം. കാരണം ഇത് ഗോചരപരമായിട്ട് ഈ ചിത്ര നക്ഷത്രക്കാർക്കും അവർക്കുള്ള മുൻജന്മ കാര്യം, കോമൺ ആയിട്ടുള്ള കാര്യം, സാമാന്യ ഫലമാണ്. എന്നാൽ ഓരോ ഈ ചിത്ര നക്ഷത്രക്കാരും ഓരോരോ സമയങ്ങളിലായിരിക്കും ജനിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ 9ാം ഭാവവും 5ാം ഭാവവും 12ാം ഭാവവും ഒക്കെ സൂക്ഷ്മമായി പരിശോധിച്ചാലേ ഫലം പൂർണ്ണമാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഈ ഗ്രഹനിലയും ജാതകവും പരിശോധിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പൂർവ്വജന്മത്തെ കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് ഒരു നക്ഷത്രത്തിന്റെ സാമാന്യമായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതിൽ കൂടുതൽ കാര്യം അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട് ജാതക പരിശോധന നടത്തണം. ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലകളിൽ പ്രത്യേകിച്ച് വേഴത്തിനും കേതുവിനും ഒക്കെ ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം നോക്കിയാൽ മാത്രമേ കൂടുതൽ കൃത്യമായ സൂചനകൾ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കണം. എന്നാലേ ഇത് സ്കിപ്പ് ചെയ്ത് കളയാതെ മുഴുവൻ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് ഇതിന്റെ അകത്തുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോ നിങ്ങൾ എന്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഒന്ന് ഷെയർ ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും നിങ്ങളോട് ഈ സന്ദർഭത്തിൽ ഞാൻ വിനീതമായി പറയാൻ. നിങ്ങളുടെ കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും അവരുടേതായ പൂർവ്വജന്മ രഹസ്യങ്ങൾ എന്താണെന്ന് അവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവരും ഓരോരുത്തരെ ഓരോ സമയങ്ങളിലൊക്കെയല്ലേ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്
അവരുടെ ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ ചിത്തിരക്കാരുടെ ഒരു സാമാന്യമായ ഫലം അതാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. അപ്പൊ ചിത്തിര നക്ഷത്രക്കാരുടെ മുൻജന്മ രഹസ്യത്തിലെ ഈ നക്ഷത്രത്തിന്റെ ദേവശില്പി വിശ്വകർമാവാണ്. ഈ നക്ഷത്രത്തിന്റെ ദേവശില്പി വിശ്വകർമാവാണ്. ഈ നക്ഷത്രം കന്നി തുലാം രാശികളിലായിട്ടാണ് വരുന്നത്. ഈ രണ്ട് രാശികളിലായിട്ടാണ് ഈ ചിത്തിര നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ നക്ഷത്രത്തിന്റെ അധിപന് ചൊവ്വയാണ്. ഇവർക്ക് അസാമാന്യ സൗന്ദര്യവും നിർമ്മാണ ബുദ്ധിയും ഉള്ളവരാണ് ഈ ചിത്തിര നക്ഷത്രക്കാർ. അസാമാന്യമായ ബുദ്ധിയുള്ളവരാണ് ഇവര്. നല്ല സൗന്ദര്യവും സൗന്ദര്യബോധവും ഉള്ളവരാണ് ഇവര്. ചിത്തിര നക്ഷത്രത്തിന്റെ 5ാം ഭാവം ശനി അധിപനായ രാശികളാണ്. ഇവർ കഴിഞ്ഞ ജന്മത്തിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയവരാണെന്ന് നമുക്ക് അനുമാനിക്കാം. അതുകൊണ്ട് ഈ 5ാം ഭാവം കൊണ്ട് ഈ ചിത്തിര നക്ഷത്രക്കാർ കഴിഞ്ഞ ജന്മത്തില് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയവരാണ്. അതുകൂടാതെ ചില ജനക്ഷേമ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്ത് പൂർണ്ണതയിലെത്തിച്ചിട്ടുള്ളവരാണ് ഈ ചിത്തിര നക്ഷത്രക്കാർ മുൻജന്മത്തിൽ. ഇപ്പൊ ഇവരെ സംബന്ധിച്ച് മുൻജന്മത്തിലെ 5ാം ഭാവം കൊണ്ട് ഇങ്ങനെ ചിന്തിക്കാം. എന്നാൽ 9ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ ഇവർ കലയെയും സൗന്ദര്യത്തെയും ഒത്തുചേർത്ത് ആരാധിച്ചിരുന്നവരാണ് എന്ന് വേണമെങ്കിൽ കാണാം. കലയും സൗന്ദര്യവും ഒരുമിച്ച് ആരാധിച്ചിരുന്നവരാണ്. ഇവര് കഴിഞ്ഞ ജന്മത്തിൽ ആഭരണ നിർമ്മാണം, വസ്ത്രാലങ്കാരം എന്നിവയിൽ പ്രശസ്തരായിരുന്നു എന്നും വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാവുന്നതാണ്. ഇവർ കഴിഞ്ഞ ജന്മത്തിലെ കലാകാരന്മാരായിരിക്കും, അല്ലെങ്കിൽ ആഭരണ നിർമ്മാണം നടത്തിയിരുന്നവരാണ്, അല്ലെങ്കിൽ വസ്ത്രാലങ്കാരം പോലെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്നവരാണ് എന്നും വേണമെങ്കിൽ പറയാം. ഇനി ഇവരുടെ 12ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ കഴിഞ്ഞ ജന്മത്തിന്റെ അവസാന കാലത്ത് ഇവർ ആത്മീയ കാര്യങ്ങൾക്കായി പ്രവർത്തിച്ചിരുന്നവരായിട്ടും കാണാം. കഴിഞ്ഞ ജന്മത്തിന്റെ അവസാന കാലത്ത് ആത്മീയത ഇവരുടെ ജീവിതത്തിലേക്ക് കയറി വന്നിട്ടുണ്ട്. ക്ഷേത്രങ്ങളോ കൊട്ടാരങ്ങളോ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരുന്നവരായിട്ടും ഇവരെ കാണാം. കാരണം ഇവരുടെ ദേവത അതാണല്ല, ദേവശില്പിയാണല്ല വിശ്വകർമാവ്. അപ്പോ ഇവർ കഴിഞ്ഞ ജന്മത്തിൽ ക്ഷേത്രങ്ങളോ കൊട്ടാരങ്ങളോ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരുന്നവരാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൂടാതെ രത്നവ്യാപാരികളായിരിക്കാൻ സാധ്യതയുണ്ട്, സ്വർണപ്പണിക്കാരാകാനും സാധ്യതയുണ്ട്. നിർമ്മാണ കലയിലെ വിദഗ്ധ തൊഴിലാളികൾ അല്ലെങ്കിൽ നിർമ്മാണ രംഗത്തെ ആശാന്മാർ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തിരുന്നവർ എന്നിരുന്നവരും ഇവർ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ 9ാം ഭാവം കൊണ്ടും 5ാം ഭാവം കൊണ്ടും 12ാം ഭാവങ്ങൾ കൊണ്ടും ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഒരാൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു എന്ന് ഒരു നിഗമനത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.